114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് അനുമതി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന DSC യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. 3.25 ലക്ഷം കോടി രൂപയ്ക്കാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത്. 28,000 കോടി രൂപയ്ക്ക് 6P-8 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ അനുമതിയായിരിക്കുന്നു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. പക്ഷേ രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ കരാർ ഇടപാടിനാണ് ഇന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന DSC യോഗത്തിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. 114 റാഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനാണ് ഈ DSC യോഗത്തിൽ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. 3.25 ലക്ഷം കോടി രൂപയ്ക്കാണ് ഈ റാഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇതുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പുവെക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. കാരണം DSC അംഗീകാരം നൽകിയ സാഹചര്യത്തിൽ ഇനി കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയുടെ അംഗീകാരം ലഭ്യമാകേണ്ടതുണ്ട്. അത് ഉടൻ തന്നെ ലഭിക്കും എന്നാണ് കരുതപ്പെടുന്നത്. ഈ പുതുതായി വാങ്ങുന്ന 114 റാഫാൽ യുദ്ധവിമാനങ്ങളിൽ 80% നിർമ്മിക്കുക ഇന്ത്യയിലാണ് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ വ്യോമസേനയ്ക്ക് 36 യുദ്ധവിമാനങ്ങളാണുള്ളത്. 114 റാഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള ശുപാർശ കഴിഞ്ഞ വർഷമാണ് വ്യോമസേന കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കൈമാറിയിരുന്നത്. ഇതിന് നേരത്തെ ഈ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സമിതി അംഗീകാരം നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് DSC ഇന്ന് ഈ ശുപാർശ പരിഗണിച്ചത്. നാവികസേനയ്ക്കായി 6 P-8 യുദ്ധവിമാനങ്ങൾ വാങ്ങാനും അനുമതി നൽകിയിട്ടുണ്ട്. 28,000 കോടി രൂപയ്ക്കാണ് ഇന്ത്യൻ നാവികസേനയുടെ കരുത്താകാൻ വേണ്ടി പോകുന്ന P-8 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്നത്. ആന്റി സബ്മറൈൻ മിഷനുകൾക്ക് ഏറ്റവും നിർണായകമാണ് നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധവിമാനങ്ങൾ. ഇതിനു പുറമെ 15,000 കോടിക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോം സിസ്റ്റം അഥവാ സ്യൂഡോ സാറ്റലൈറ്റുകൾ വാങ്ങുവാനും ഈ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിൽ റാഫാൽ യുദ്ധവിമാനങ്ങൾ സംബന്ധിച്ചുള്ള അന്തിമ കരാർ ഉടൻ ഒപ്പുവെക്കുന്നതായിരിക്കും. ബാക്കിയുള്ള കരാറുകളും ഈ സാമ്പത്തിക വർഷം തന്നെ ഒപ്പുവെക്കാൻ എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ കരാറിനാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിരോധ രംഗത്ത് കൂടുതൽ ശക്തി ആർജിക്കാനായി കൂടുതൽ കരാറുകളിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്നുള്ളതാണ്. 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് അനുമതിയായിരിക്കുന്നു.